ഹലോ. ഹലോ. ആരാണ്? റോബിൻ എന്നാണ് പേര്. റോബിൻ ഹുഡ്. പറയൂ. ഞാനൊരു അഗ്നോസ്റ്റ് ആണ്. അപ്പോ ഞാൻ വീഡിയോ ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോ ഇതിലിപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, ഇന്നൊരു പ്രശ്നം ഉണ്ടായില്ലേ, നമ്മുടെ കന്യാസ്ത്രീമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത വിഷയം ഉണ്ടായില്ലേ. അതിലിപ്പോ എന്റെ ഒരു ഇതില് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മതം നമ്മള് പ്രഘോഷിക്കണം. അതിന്റെ ബേസിസിലാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും അനുകൂലിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാവും ചിലപ്പോ ഒരു ഇത് ചെയ്യണ്ടാവുക. പക്ഷേ അവരെ സാഹചര്യങ്ങളും അതുപോലെയുള്ള സാഹചര്യങ്ങളുള്ള ആൾക്കാരാവും. അവർക്കും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു സഹായം പോലെ തോന്നുന്ന ആൾക്കാരായതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ കൺവേർട്ടഡ് ആവുന്നു. പിന്നെ അവർക്കും കുറെ കാസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവര് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ആവാൻ വേണ്ടി താല്പര്യപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കുറിച്ചൊരു ബ്രോന്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മൾ ഓൾറെഡി വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതായത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് അല്ലേ ചെയ്തത്, തല്ലിക്കൊന്നിട്ടൊന്നുമില്ലല്ലോ. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കേസ് വാദിക്കട്ടെ. അത് എന്താണ്, അവരെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വെറുതെ വിടണം. ഇതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ അത് നിയമത്തിൻ്റെ വഴിക്ക് വിടുക. അത് ഏത് സംഭവമായാലും നമ്മൾ അതല്ലേ പറയാറുള്ളൂ, അല്ലാതെ ഇതിൽ മാത്രമല്ലല്ലോ നമ്മളങ്ങനെ പറയുന്നത്. അതൊരു വശം. രണ്ടാമത്തേത് നിങ്ങൾ പറഞ്ഞ കാര്യം, അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്, സിസ്റ്റമിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ആ സിസ്റ്റമിക് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ പിന്നോക്കാവസ്ഥ ആളുകളുടെ, അത് പരിഹരിക്കാനുള്ള വഴികൾ ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചൂഷണം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ അവർ അകപ്പെടും. അതിപ്പോൾ അവിടെ ഈ കൂടുതലും ക്രിസ്ത്യൻ മതപരിവർത്തന സംഘങ്ങളാണ് അത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവിടെ ഈവൻ പോപ്പുലർ ഫ്രണ്ട് പോലും അത് ചെയ്തിട്ടുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ സിസ്റ്റമിക്കായിട്ട് നിലനിൽക്കുന്നത് കൺട്രോൾ ചെയ്യാൻ, ഒഴിവാക്കാനുള്ള, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള വഴികൾ ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിലുള്ള അക്രമങ്ങളും ഇതിൻ്റെ പേരിലുള്ള വാഗ്വാദങ്ങളും ഈ നിർബന്ധിത മതപരിവർത്തനവും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? മതപരിവർത്തനം തടയാന്നുള്ളത് മാത്രമാണോ? അതാവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതല്ല നമ്മളുടെ ആവശ്യമാവേണ്ടത്. നമ്മുടെ ആവശ്യം പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അംബാനീനെ പോയിട്ട് നിങ്ങൾക്ക് നിർബന്ധിത മതപരിവർത്തനം നടത്തി മറ്റേ കിറ്റ് കാണിച്ചിട്ട് മറ്റേ ചോറ് കാണിച്ചിട്ട് അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ പ്രധാന പ്രശ്നം അത് തന്നെയാണ്. അത് നമ്മളവർ പരിഹരിക്കണം. ഗവൺമെൻറ്റുകൾക്ക് അത് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അത് ചെയ്യാതെ ബാക്കിയുള്ള പണി മാത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ വലിയ കഥയൊന്നുമില്ല. ഇത് നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. ഇത് പുറത്തുനിന്ന് ആരും വന്നിട്ട് പരിഹരിക്കാനൊന്നും പോകുന്നില്ല. ഈ വരുന്ന സർക്കാരുകൾക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഈ വിഷയത്തിൽ അവരങ്ങ് അറസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ BJP അങ്ങ് കുറ്റം പറയുക, അല്ലെങ്കിൽ ഉടനെ അതിൻ്റെ പേരിൽ വർഗീയതയാണ്, അതിനോട് നമുക്ക് യോജിപ്പില്ല. ഇത് അറസ്റ്റ് ചെയ്യാണ് ചെയ്തത്, നിയമത്തിൻ്റെ വഴിക്കാണ് വിട്ടത്. ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ അവർ കണ്ടു എന്നതിൻ്റെ പേരിലാണ് അറസ്റ്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അന്വേഷിക്കട്ടെ, അതിൻ്റെ വഴിക്ക് വിടുക, അതല്ല വേണ്ടത്. നിയമമാണല്ലോ, അവർ നിയമം കയ്യിലെടുത്തിട്ടില്ലല്ലോ. ഒരു കാര്യം കൂടി എനിക്ക് പറയണ്ടേ, ഞാൻ പഠിച്ചതൊക്കെ കുറ്റിപ്പുറത്തായിരുന്നു. എന്റെ എഞ്ചിനീയറിംഗ് പഠനവും കാര്യങ്ങളൊക്കെ കുറ്റിപ്പുറത്തായിരുന്നു. അപ്പോൾ ഈ നോമ്പിന്റെ സമയത്ത് ഈ ഹോട്ടലുകളൊക്കെ അടച്ചിടുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു ഹോട്ടലിലെ ആള് എനിക്ക് ആരും അറിയാതെ ഉള്ളിൽ പോയിട്ട് ഭക്ഷണം തരിക, അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ അവിടെ ഞാൻ കണ്ടേക്കണ അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഹിന്ദു ഓണറാന്ന് വിചാരിക്കും, ഹോട്ടൽ ഓണറാണെന്ന് വിചാരിക്കും. പക്ഷെ ആളുടെ ഹോട്ടലിന്റെ ആൾക്ക് റെന്റിന് കൊടുത്തേക്കുന്ന ആള് ഒരു മുസ്ലിം ഓണറാവും. ആളെ മറ്റേ ഈ തീവ്ര മുസ്ലിം സംഘടനകൾ വന്നിട്ട് ഫോഴ്സ് ചെയ്യാണ്, നിങ്ങൾ ഈ മാസങ്ങളിൽ അടച്ചിടണം എന്ന് ഓണറിനെ ഫോഴ്സ് ചെയ്യാണ്. ഇത് നോമ്പിന്റെ സമയമാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ആ സമയത്ത് അവിടെ. ഇതാരാണ് ഫോഴ്സ് ചെയ്യുന്നത്? ഈ SDPI പോലുള്ള സംഘടനകളിൽ അതുണ്ടാവും. ഇത് ഏതാ വർഷം? ഇതൊരു 2015 to 18. ഓക്കെ, ക്ലിയർ ആണ്. അത് സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. മലപ്പുറത്ത് അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. തിയേറ്ററുകൾ അടിച്ച് പൊളിക്കുക, അതുപോലെ തീയിടുക, പോസ്റ്ററുകൾ കരിയോയിൽ ഒഴിക്കുക, അങ്ങനെ പല പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ പൂനെയിലാണ്. അവിടെ ഇപ്പോ എന്റെ ഇവിടെ അടുത്തൊരു ഹോട്ടൽ നടത്തുന്നൊരു മുസ്ലിം ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടെ ഒരു ഫാമിലി ആയിട്ട് വന്ന സമയത്ത് ഞാനിവിടെ ഒരു സ്ഥലത്ത് റൂം നോക്കാൻ വേണ്ടി വന്നു. അപ്പോ അവര് എല്ലാ റൂം കൊടുക്കാൻ റൂം അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയിലെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവരുടെ ജസ്റ്റ് ID കാർഡ് എടുത്ത് നോക്കി, ID കാർഡ് തരാൻ പറഞ്ഞു റൂമിന്റെ ഓണർ ഹിന്ദു ഫാമിലിയാണ്. അപ്പൊ അവര് ID കാർഡിൽ കണ്ടിട്ട് നെയിം കണ്ടപ്പോ അവര് പറഞ്ഞു പറ്റില്ല, മുസ്ലിം ലോകുമ്പോ അങ്ങനെ സംസാരിച്ചു. അത് എനിക്ക് ഭയങ്കര ഒരു സാഡ് മൊമെന്റ് ആയി. നമ്മൾ പരിചയമുള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലി നമ്മള് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പറ്റില്ല, അങ്ങനെ ഒരു പെട്ടെന്നൊരു റിജക്ഷൻ പോലെ വന്നപ്പോ ചല്ല ഓക്കെയാണ്, എല്ലാം കാണിച്ചു. പക്ഷെ ഇവരൊരു നെയിം നോക്കിയിട്ട് ഇവരെ ഇങ്ങനെ മാർജിനലൈസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല, ഒരു സംശയമില്ല, ശരിയായിട്ടുള്ള കാര്യമല്ലോ. കാരണം ഇവരിങ്ങനെ ഉണ്ടാവുമ്പോ ഇവരെ മനസ്സിലൊക്കെ ഒരു ഇതുപോലെ ഉണ്ടാവില്ല, നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമല്ല എന്നുള്ളൊരു. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന സംഗതി അവിടെ എങ്ങനെയാണ് വ്യാപകമായത്? അല്ല, ഇവിടെ ഞാൻ മഹാരാഷ്ട്രയിൽ കണ്ടേക്കണ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ എല്ലാവരും കുറച്ച് സെപ്പറേറ്റ്. ഹിന്ദുസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹിന്ദുസ് ഒരു ക്ലബ്ബ് പോലെ നിൽക്കുക, ഐലൻഡ് പോലെയാണ്. കുറെ കാലങ്ങളായിട്ടുള്ള ഒരു വിഷയമാണത്. നമ്മൾ കേരളത്തിലിരുന്നത് കാണുമ്പോൾ നമുക്കത് വലിയ അത്ഭുതമായിട്ടും ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെ നമുക്ക് തോന്നും. ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേരളം, നമ്മൾ സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ചും ഈ പാർട്ടീഷൻ അതുപോലുള്ള വിഷയങ്ങളുടെ ഒന്നും മുറിപ്പാടുകൾ നേരിട്ട് കാണുമോ അത് അറിയുകയോ ചെയ്തിട്ടുള്ള ആളുകളല്ല. പക്ഷേ അവിടങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു എനിമിറ്റി ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഒന്നത്, പിന്നെ വിശ്വാസപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന വിശ്വാസ കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിൽ മുൻകൈ ഈ പറയുന്ന വിശ്വാസികളുടെ, ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു പ്രശ്നം തന്നെയാണ് അതിനകത്ത് കാണുക. അതായത് ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ ഇപ്പോൾ അവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർ മനഃപൂർവ്വം അവിടെ പോവുക, എന്നിട്ട് പശുവിനെ ഇറക്കുക, ഇറച്ചി കഴിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് അവർക്ക് വലിയ പാടാണ്. ഇതാണ് അവിടുത്തെ മെയിൻ കാര്യമായിട്ട് വരുന്നത്. അതാ പറയുന്നത്, അത് വലിയ പ്രശ്നമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഇതേ വിഷയത്തിന്റെ തിരിച്ചുള്ള സാധനം നമ്മൾ കണ്ടിട്ടില്ലേ? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാഫറുകളായിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കാതിരിക്കുക, അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഓക്കെ എന്നല്ല പറയണത്, ഇത് രണ്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ചരിത്രപരമായിട്ടുള്ളൊരു കാരണം, വിശ്വാസപരമായിട്ടുള്ള കാരണമുണ്ട്. നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയണം. അവിടെയാണ് ഈ മതങ്ങൾ ഒരു വലിയ തടസ്സമായിട്ട് മാറുന്നത്. എളുപ്പമല്ല അവിടെ, പക്ഷെ കേരളത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, നമുക്കറിയാം. ഇപ്പം എനിക്ക് വീട് നിഷേധിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മുന്നേ അതിനെക്കുറിച്ച് എഴുതിയ വലിയ സംഭവം വൈറലായി പോയൊരു സാധനം ഉണ്ടായിരുന്നു. മുസ്ലിമായ ആള് തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമേ വീട് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ മുസ്ലിം ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോയി. പിന്നെ അയാൾ വിളിച്ചിട്ടില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ എക്സ് മുസ്ലിങ്ങൾക്കും കൊടുക്കാത്ത അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഈ അടുത്ത് PK ബാലകൃഷ്ണന്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട്. പക്ഷെ അതില് ആളെ ഇപ്പൊ നല്ലവനായിട്ടല്ല കാണിക്കുന്നത്, അതുപോലെ മോശം ആളായിട്ടല്ല കാണിക്കുന്നത്. ഒരു ന്യൂട്രൽ വേലാണ് ആളൊരു പ്രോസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ പോലുള്ള ആൾക്കാർ എപ്പോഴും ടിപ്പു ഒരു മതഭ്രാന്തനായിരുന്നു എന്നുള്ളൊരു പ്രോസ്പെക്റ്റീവിലാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. മതഭ്രാന്തനായിരുന്നു അത് തന്നെ. അല്ല, പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ അടുത്ത് എഴുതിയേക്കണ ബുക്കല്ലേ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പുസ്തകങ്ങൾ പല ആളുകളും എഴുതിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് അല്ലാതെയുള്ള തെളിവുകളുണ്ടല്ലോ. ടിപ്പു സുൽത്താന്റെ തന്നെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ചില കത്തുകളുണ്ടല്ലോ ഇത് സംബന്ധിച്ച്. പക്ഷെ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു അമ്പലത്തില് സലാം ആരതി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ ഒരു ബെല്ലോ അങ്ങനെ എന്തൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും അതവിടെ ആ റിച്വൽ ഫോളോ ചെയ്യുന്നുണ്ട്. ചില അമ്പലങ്ങളൊക്കെ നല്ല വരുമാനമുള്ള അമ്പലങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം അതിലെ വരുമാനം ഈ പറയുന്ന രാജാവിനും കൂടി ഉള്ളതാണ്. പിന്നെ ഈ വടക്കുനാഥൻ ടെമ്പിളും, ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ആളായ തൃശ്ശൂരിലൂടെയാണ് ശരിക്കും തിരുവിതാംകൂറിലേക്ക് ടിപ്പ് പോകുന്നത്. വടക്കുനാഥനൊന്നും എന്റെ അറിവില് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അതാ പറഞ്ഞേ,
ലാഭകരമായ നല്ല വരുമാനമുള്ള അമ്പലങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല. അതിപ്പോൾ ഈവൻ ഈ ജൂതന്മാരുടെ കഥ പറയുമ്പോൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ജൂതന്മാർ ഈ കാലിഫേറ്റിൻ്റെ ഉമറിൻ്റെ ഭരണത്തിൽ ഉമയ്യദ് നമ്മളുടെ ഓട്ടോമാൻ ഭരണകാലത്തൊക്കെ അവർ ജൂതന്മാർക്ക് മെച്ചപ്പെട്ട സമയമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, ജൂതന്മാരുടെ പല ആക്ടിവിറ്റീസും അവർക്ക് പണം സമ്പാദിക്കാനുള്ള വഴികളാണ്, ജിസിയ കൊടുക്കാനുള്ള വഴികളാണ്. അപ്പോൾ അവരത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മിക്സഡ് ഹിസ്റ്ററിയുള്ള ആൾക്കാരൊന്നും മാറ്റി നിർത്തുന്നില്ല, അവരങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. അല്ല, നമ്മളെല്ലാം വായിക്കുക, എന്നിട്ട് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. അതാണ് വേണ്ടത്. നിങ്ങൾ ഒരാൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു സാധനം എടുക്കണ്ട. ഇതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഒരു വിഷയം, ഈ എന്താണ് നമ്മുടെ ബാബു രാമചന്ദ്രൻ ഈ പലസ്തീൻ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ച് പോകുമ്പോൾ നമ്മൾ എന്താ ധരിക്കുക, ശരി, അപ്പോൾ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ജൂതന്മാർക്ക് നല്ല കാലമായിരുന്നു എന്നുള്ളൊരു ധ്വനിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസി, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ നുണ പറയുന്നു എന്നല്ലേ വരിക. അതിനിങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ദിമ്മിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. അതെന്താ പറയാത്തത്? അപ്പോൾ അപ്പാർട്ടൈഡിന് നമ്മൾ എതിരാണെന്നുണ്ടെങ്കിൽ ദിമ്മിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ടൈഡാണ്. അപ്പോൾ ദിമ്മിറ്റ്യൂഡായിട്ട് അപ്പാർട്ടൈഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്നതിൻ്റെ പേരിൽ അവർ ഫ്രീ ആണെന്ന് പറയും? ഇല്ലല്ലോ. അവർക്ക് കൂടുതൽ നികുതി കൊടുക്കണം, ജിസിയ കൊടുക്കണം, അവരുടെ ആക്ടിവിറ്റീസ് പലതും റെസ്ട്രിക്റ്റഡ് ആണ്. ഇതൊന്നും അവിടെ പറയാതെ നമ്മൾ അവരോട് നന്നായിട്ട് ജീവിച്ചിരുന്നു എന്നു മാത്രം പറഞ്ഞു വെച്ചാൽ എങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ടിപ്പു സുൽത്താൻ പലതും ചെയ്തിട്ടുണ്ട്, പല അമ്പലങ്ങളും തകർത്തിട്ടുണ്ട്, പല ആളുകളും കൊന്നു തള്ളിയിട്ടുണ്ട്. പക്ഷേ ചില ലാഭകരമായ സംഗതികൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈവൻ ടിപ്പു മാത്രമല്ല, അതിപ്പോൾ ഔറംഗസീബ് നിലനിർത്തിയിട്ടില്ലേ മുഗളിൻ്റെ സമയത്ത്. അപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുള്ള ഇത് ഇസ്ലാമിക രീതിയിൽ നമ്മൾ കണ്ടാൽ അവിടെ സ്വാഭാവികമായിട്ട് നിലനിന്നിരുന്ന കാര്യമാണത്. ഓക്കെ, ശരി. പിന്നൊരു പോയിന്റ്, ഇതിപ്പോ കുറെ ആയല്ലോ ഒരു കാര്യം. ഒറ്റൊരു പോയിന്റ് കൂടി നമ്മളിപ്പോ ഈ ലാസ്റ്റ് വിളിച്ച ആള് ഇപ്പൊ പറഞ്ഞു, മറ്റേ നമ്മുടെ മദ്രസയിലുള്ള കണ്ടന്റുകളൊക്കെ സെൻസർ ചെയ്തതിന് ശേഷം പഠിപ്പിക്കണം. അതുപോലൊരു പോയിന്റാണ് നമ്മൾ ഈ സൺഡേ സ്കൂള് അതുപോലുള്ള സംഭവം ഇതുപോലെ സെൻസറിന് ആവശ്യമുള്ളൊരു സംഭവമാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാനവിക വിരുദ്ധമായ ഒരു സംഗതി എന്താ, ഒരു ഉദാഹരണം? അല്ല, മാനവിക വിരുദ്ധം എന്ന് വെച്ചാൽ ഈ പഴയ നിയമല്ലേ, ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? അത് മാത്രല്ല, അതും ഒരു ചെറിയൊരു ഭാഗമായിട്ട് വരും. അതെ. അപ്പോൾ അതിലൊരു അധ്യാപനം പറയും, ഒരു എക്സാമ്പിൾ പറയും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ സൺഡേ സ്കൂളിൽ? എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നിങ്ങളിപ്പോ അന്യദേവന്റെ ബലിയോ അല്ലെങ്കിൽ അതിന്റെ പ്രസാദങ്ങളോ ഒന്നും വാങ്ങിക്കരുത്. അതിപ്പോഴും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? അത് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിലുള്ള കണ്ടന്റാണ്. അതുണ്ടെന്നറിയാം. അല്ല, സൺഡേ സ്കൂളിൽ ഇപ്പൊ അത് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പഠിച്ച കാലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പ്രസന്റിലി പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു 5-6 വർഷം മുമ്പ്. അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ അത് നിങ്ങൾ ഓണം ഉണ്ണരുത്, അതുപോലെ പെരുന്നാളിന് പോയി ബിരിയാണി കഴിക്കരുത് അങ്ങനെ പറയോ? അല്ല, അങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും പറയുന്നില്ല. അല്ല, അതെങ്ങനെ അപ്ലിക്കബിൾ ആവുന്നത് എങ്ങനെയാ? അതിപ്പോ അപ്ലിക്കബിൾ ആവാന്ന് വെച്ചപ്പോ എന്റെ ചില സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് ഒരാളെ അരവണയൊക്കെ കൊണ്ടുവരുമ്പോ ഇത് വേണ്ട, അവരുടെ അറിവില്ലാത്ത കാലത്ത് ഇത് ഏത് ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് ഇത് കൂടുതൽ കണ്ടിരിക്കുന്നത്? ഇത് ആർത്തി വിഭാഗത്തിലാണ് കണ്ടിരിക്കുന്നത്. ഇത് ഇവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയല്ലേ പറയുന്നത്. അവര് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ അവരത് ഏറ്റെടുക്കും. വാങ്ങിക്കുന്നത് ശരിയാണോ തെറ്റാന്നൊരു ഗിൽറ്റ് അടിക്കരുത്. ഇതൊരു ദേവന്റെ പ്രസാദം, ഇത് വാങ്ങിക്കുന്നത് ശരിയാണോ തെറ്റാണോ, അങ്ങനത്തെ ഒരു പോയിന്റ് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അങ്ങനെ ഈ പറയുന്ന സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങൾ നിങ്ങളൊരു കമ്പയർ ചെയ്തിട്ട് റെഡിയാക്കും. മദ്രസയിലുള്ള കാര്യമൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മാക്സിമം ഒരു പോയിന്റ് ഹാംഫുൾ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സെക്യുലർ സൊസൈറ്റിയിലാണ്. തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള ആശയമാണത്. അന്യദേവന്റെ ഒരു സാധനം മാനിക്കരുന്ന് പറയുമ്പോ, ഒരു പ്രസാദം മാനിക്കരുന്ന് പറയുമ്പോ നമുക്കൊരു കുട്ടികളുടെ മനസ്സിലൊരു തെറ്റായിട്ടുള്ള തോട്ട് വരും. ഓക്കെ, അപ്പൊ ആവട്ടെ. താങ്ക് യു.
അപ്പോൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാനവിക വിരുദ്ധമായ സംഗതികൾ അതും കൂടി നിങ്ങളൊന്ന് എത്തിച്ചേരാം. നമ്മളേതായാലും കോടതിയിൽ പോകാനുള്ളൊരു പരിപാടിയാണ്. ഈ മതവിദ്യാലയങ്ങളിൽ നടക്കുന്ന മാനവിക വിരുദ്ധമായ, അതുപോലെ സെക്യുലർ വിരുദ്ധം, ഡെമോക്രാസിക്ക് എതിരെ നിൽക്കുന്ന, അങ്ങനെ എല്ലാ രീതിയിലും കുട്ടികളെ പഠിപ്പിക്കുന്ന വളരെ തെറ്റായിട്ടുള്ള സാധനങ്ങളാണ് എന്നത് മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഒന്ന് എത്തിക്കാനുള്ള വഴി നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഒരു കോടതിയിൽ പോകാനുള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മദ്രസയിലുള്ളത് ഏകദേശം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൺഡേ സ്കൂളിലുള്ളത്, ഇനിയിപ്പോൾ ഗുരുകുലത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ എത്തിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും അതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെയിൽ അയച്ചാൽ മതി, എൻ്റെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യാം, നമുക്കത് കോടതിയിലേക്ക് എത്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. മതവിദ്യാഭ്യാസം ഇവിടെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ഒരു ആവശ്യം. പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ചില മതങ്ങളത് കൂടുതലാണ്, ചിലതിൽ കുറവാണ്, ചിലതിലുണ്ട്, ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ നമുക്കത് കൊടുക്കുക എന്നുള്ളതാണ്, എല്ലാം അപ്പോൾ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും മതവിദ്യാഭ്യാസം ഏതാണ് സെക്യുലർ, അതും ഒരു ചോദ്യമാണ്. സെക്യുലറായിട്ടുള്ളതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പണിയുടെ സംബന്ധമായിട്ട്. അപ്പോൾ അതൊരു നമ്മളുടെ ഒരു ഇഷ്ടിക വാങ്ങിക്കൊണ്ട് നിങ്ങൾ അതിനകത്തേക്ക് ഒന്ന് സംഭാവന ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ പറ്റുന്നത്ര ആളുകൾ അത് ഒന്ന് ഡൊണേറ്റ് ചെയ്ത് നമ്മളുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സപ്പോർട്ട് നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മളിവിടെ തൽക്കാലം ഇവിടെ ഇത് നിർത്തുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.